ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നല്ല കിടിലൻ ഫ്രൈഡ് റൈസാണ്, മട്ടൺ ഫ്രൈഡ് റൈസ് ആട്ടോ. അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ, നമ്മൾ മട്ടൺ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലില്ലാത്ത മട്ടനൊക്കെ എടുത്തിട്ടുണ്ട്, കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് നേരം ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കണം, മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കട്ടെ കേട്ടോ. നമുക്ക് ഈ മട്ടനിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുരുമുളക് പൊടി. ഇത് കാണുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്, കുരുമുളക് പൊടി. ഓക്കെ, എല്ലാം ഇട്ടിട്ട് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കാണാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ പിടിക്കണേ. കുഞ്ഞു 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 കുഞ്ഞായിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ ഗീസ്, പച്ചരി കൊണ്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല വൃത്തിക്ക് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പാത്രത്തിന്റെ മൊഞ്ചൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം കിട്ടിയ പാത്രത്തിൽ ഇട്ടു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഗ്ലാസ്സിനാണ് 4 ഗ്ലാസ് വെള്ളം എടുത്തത്, 4 ഗ്ലാസ് അരി എടുത്തത്. ഇനി നമുക്ക് ഈ റൈസൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ റൈസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതാ 1 ഗ്ലാസ്, 2 ഗ്ലാസ്, കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് പറ്റിയാൻ നോക്കണം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് വിട്ട് ഇടാൻ വേണ്ടിയിട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ റൈസൊക്കെ വിട്ട് വിട്ട് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി പറ്റി കിടക്കും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസ് റെഡി ആയി കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ ഗ്യാസ് സ്റ്റൗവില് വെച്ച് കൊടുക്കാം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ അതിന് തന്നെ ക്യാബേജ് കട്ട് ചെയ്തത്, പിന്നെ ബീൻസ്, പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ഇല്ലാതെ പോയതെന്ന് വെച്ചാല് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് കഴിഞ്ഞു പോയി, എനിക്ക് വാങ്ങിക്കാൻ പോവാൻ മടിയാണ്. അവിടെ ഞാൻ വിചാരിച്ചു ഇല്ലത് വെച്ച് നമുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ റൈസ് ഒക്കെ വിസിലടിച്ചിട്ടുണ്ട്, 2 വിസിലടിപ്പിച്ചു കേട്ടോ. അതിന് നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം. നമുക്ക് ഈ മട്ടൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് എണ്ണ ചൂടാക്കാം. ഒത്തിരി നേരം ഒന്നും മസാല ഇട്ടിട്ട് വെക്കുന്നില്ല കേട്ടോ, കാരണം സമയമില്ല. എനിക്ക് ഒരു പാർട്ടി ഉണ്ട്, അപ്പൊ അതിന് പോണം. അപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് മട്ടൺ ഫ്രൈ ചെയ്യാൻ പോവാണ്. എല്ലൊന്നും ഇല്ലാത്ത മട്ടൺ കേട്ടോ. എല്ലാം ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറേ നേരമൊന്നും ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഇപ്പൊ നമ്മുടെ മട്ടനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇതേ പാത്രത്തിലേക്കാണ് ഞാനത് ഈ മുട്ടയും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്.
ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ മുട്ട മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുട്ട നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മാറ്റി വെക്കാം. റൈസ് റെഡി ആയിട്ടോ. കണ്ടോ, സോറി കറക്റ്റ് ആണേ. ഒത്തിരി ഉടഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് വലിയൊരു പാത്രമില്ല, അതൊരു പ്രശ്നമുണ്ട്. പാത്രം തപ്പി നമുക്ക് അവസാനം ഒരു പാത്രം കിട്ടിയിട്ടുണ്ട്. ഉരുളി. എന്തുണ്ടാക്കുമ്പോഴും എന്റെ രക്ഷപ്പ് ഉരുളിയാണ്. അപ്പൊ ഉരുളിയിലേക്ക് നമ്മൾ ഇത്തിരി ഒന്ന് ചൂടാവട്ടെ. ഉരുളി ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും, ചൂടാവട്ടെ. അപ്പൊ നമ്മൾ ഉരുളി ചൂടായിട്ട് ഞാനില്ലേ ആ മട്ടൻ വറുത്ത എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരത്തെ മുട്ട മിക്സ് ആക്കി വെച്ചില്ലായിരുന്നോ, ആ മിക്സ് ഒന്ന് ഇട്ടൊക്കെ പോർന്നു കൊടുക്കാണ്. മുട്ട ഒന്ന് ചിക്കിച്ചിട്ട് ആദ്യം നമുക്ക് വെക്കാം. അപ്പൊ നമ്മളെ പണി പെട്ടെന്ന് കഴിയുമല്ലോ. ഇതൊക്കെ ആക്കി വെച്ച പിന്നെ എല്ലാം നമ്മള് റൈസൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ മുട്ട ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് മാറ്റട്ടെ. മുട്ടയുടെ പാക്ക് ഗെയ്സ്. ഓക്കെ, നമ്മുടെ മുട്ടയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മട്ടൻ വറുത്ത എണ്ണ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ റൈസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാനാണ്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചൂടായ എണ്ണയാണ്, എന്നാലും ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഏകദേശം നമ്മുടെ എല്ലാം സെറ്റായി. നമുക്കൊന്ന് ചെയ്തെടുത്താൽ മാത്രം മതി അത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒന്ന് കായ്ച്ചെടുക്കാം. പിന്നെ അതിനകത്തോട്ട് ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കളർ ഉണ്ടായിരുന്നു. നമുക്കതാ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചല്ല കേട്ടോ, ഈ പച്ചക്കറിക്ക് പിടിക്കേണ്ട ഉപ്പ് നമ്മൾ ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം. ബാക്കി എല്ലാത്തിനും ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മാത്രമാണ് ഉപ്പിടാത്തത്. അതിന് നമുക്ക് ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. കാണുമ്പോൾ നല്ല രസമല്ലേ, ഒരു കളർഫുൾ അല്ലേ അല്ലേ. ഇതൊരു പകുതി വേവാകുന്നതായിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി വേവിക്കൊന്നും വേണ്ട, പകുതി വേവായാൽ മതി. ഒത്തിരി വേവിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ആക്കിന്. അതുകൊണ്ടാണ് പച്ചക്കറി ഒത്തിരി വന്നാൽ ഒരു ടേസ്റ്റ് ഇല്ല. ഇങ്ങനെ ചെറിയൊരു വേവോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. പച്ചക്കറിയൊക്കെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഈ മുട്ട ചിക്കിച്ചതും മട്ടൻ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും പുറത്തുനിന്ന് കയറി വരുമോന്ന് അറിയില്ല. അപ്പൊ നമുക്കിതൊന്ന് ഇറക്കി മാറ്റി വെക്കാം കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് ഇതിനകത്തോട്ട് തന്നെ ചെയ്യാൻ പറ്റൂല, എല്ലാം ഇതിനകത്തോട്ട് പിടിക്കൂല. അപ്പൊ നേരത്തെ നമ്മള് മട്ടൻ ഫ്രൈ ചെയ്ത പാത്രം ഒന്നും കൂടി വെച്ചു കൊടുക്കാം. അതിൽ കുറച്ച് എണ്ണ ഉണ്ട്. അപ്പൊ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്താവുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒന്ന് റൈസ് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യാണ്. ഒത്തിരി നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല വലിയ പാത്രമാണ് ഇനി. എനിക്ക് പാത്രം ഇല്ലാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഇനി നമുക്കിത് നേരെ ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ റൈസ് ഈ ഉരുളിയിലേക്ക് തന്നെ തട്ടിയിട്ടുണ്ട്. നമ്മൾ പച്ചക്കറി വേവിച്ചില്ലായിരുന്നോ, ഫ്രൈ ചെയ്തില്ലായിരുന്നോ, അതിനകത്തോട്ട് തന്നെ തട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ടമാണ് കേട്ടോ, വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. ഒടുക്കത്തെ സ്മെല്ലാണ്. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. മട്ടൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. കാണാനും കൊള്ളാം. ഇനി കഴിച്ചിട്ട് നോക്കണം. കഴിച്ച് നോക്കിയില്ല.
നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. എനിക്കിപ്പോൾ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരുളിയിൽ വെച്ചിട്ട് കഷ്ടപ്പെടുന്നത്. ഞാൻ കുഴപ്പമില്ല കേട്ടോ, ഞാൻ കയ്യിന്നത്ര മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മട്ടൺ ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.